ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഇന്ന് നല്ലൊരു എഗ്ഗ് റോസ്റ്റ് അല്ല, പക്ഷേ എഗ്ഗ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടനും ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പിന്നെ 2 തക്കാളി മുറിച്ചിട്ട് മിക്സഡ് ജാറിലിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ജാറിലേക്ക് 2 സാധനങ്ങളും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കേട്ടോ. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് റെഡിയാക്കി അവിടെ വെക്കാം. അപ്പോൾ ഇത് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സവാള ഇതാണ്ടോ ഇതുപോലെ ചെറുതായിട്ട് അരിയട്ടെ. ഇതിലും ചെറുതായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ 5 മുട്ടയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്ക് എത്ര മുട്ട 2 മുട്ടയിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ വേണ്ടിയിട്ടാണ് 5 എടുത്തിരിക്കുന്നത്. അപ്പം അതിനാണ് ഒരു സവാള എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിതാ 5 മുട്ട ഉടച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് കുരുമുളകിൻ്റെ ടേസ്റ്റാട്ടോ മുമ്പിലുണ്ടാകുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കലക്കിയെടുത്തിട്ട് നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നമ്മളിത് ചിക്കിയെടുക്കുക. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? പക്ഷെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് നോക്കട്ടോ. നമ്മളിത് എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങളുണ്ടാക്കുന്ന പോലെ തന്നെയാണോ അല്ലേന്നൊക്കെ. അപ്പോഴത്തേനൊരു വണ്ടി പോയ ഒച്ചയാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചിക്കിയെടുക്കുക. നല്ല പൊടി ആക്കണ്ട, കുറച്ചൊക്കെ വലിയ പീസായിട്ട് ഇതുപോലെ വേണം കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ പറയുന്നില്ല, വലിയ പീസുകളായിട്ട് ഇങ്ങനെ മതി. ഇനി നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതേ ചട്ടിയിൽ തന്നെയാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചട്ടിയൊക്കെ ഞാൻ മാറ്റിയിട്ട് ഇതാ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് എരിവ് അധികം ഇല്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടോ. പിന്നെ ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇട്ടോ. മല്ലിപ്പൊടി ഇട്ട അത്ര തന്നെ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഈ എണ്ണയിൽ ആ ചൂടായ ചട്ടിയിൽ ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കിയെടുക്കുക. കരിഞ്ഞ് പോകാതെ നോക്കണം കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ എണ്ണയൊക്കെ ദാണ്ടൊക്കെ കരിയാതെ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് പൊടികൾ. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് മൂത്ത് കരിഞ്ഞ് വരുമൊന്നും വേണ്ട, കുറച്ചൊന്ന് അങ്ങനെ ഇളക്കിയെടുത്തിട്ട് നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ. അപ്പോൾ സവാളയിലേക്കുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തത്. മുട്ടയിലേക്കുള്ള ഉപ്പ് നമ്മൾ വേറെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ മസാലയ്ക്കുള്ള ഉപ്പാണ്. ഇനി നമ്മൾ അരച്ച് വെച്ച തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് അരച്ച ജാറ് കഴുകിയ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത്. ഇനി തക്കാളി മസാലയിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ. അപ്പം മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. വണ്ടി വീണ്ടും പോകുന്നുണ്ട് മക്കളെ. അപ്പോൾ അതാണ്ട് മസാലയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ വറ്റി വരണം കേട്ടോ. മസാലയുടെ തക്കാളിയൊക്കെ വറ്റിയിട്ട് ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആ ജാറ് കഴുകിയ വെള്ളമാണ് കേട്ടോ പൊഴിച്ച് കൊടുത്തത്. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഇനി ഈ വെള്ളം കൂടി ഒന്ന് വറ്റി കിട്ടണം. ഇതുപോലെ ഒന്നിങ്ങനെ വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ചെറിയൊരു സ്പൂണാണ് കേട്ടോ. കുട്ടികളെ കളിപ്പാട്ടൊക്കെ വാങ്ങുമ്പോൾ ഉണ്ടാവില്ല, അങ്ങനത്തെ സ്പൂണാണ്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ആദ്യം നമ്മൾ മുട്ടയിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. അപ്പോൾ ഇതിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചിക്കി എടുത്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ? നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അറിയിക്കാൻ മടിക്കരുതേ. അപ്പോൾ ഇതുപോലെ ഈ മസാല ഈ മുട്ടയിൽ മൊത്തം ആകണ പോലെ
ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. മുട്ട കുത്തി ഉടക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ വലുതായിട്ട് തന്നെ കിടക്കുമ്പോഴാണ് അതൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ നല്ലൊരു മണമാണ് അത് ഉണ്ടാക്കി വരുമ്പോൾ. അതായത് നമ്മൾ ഈ മട്ടനും ചിക്കനൊക്കെ വേകുമ്പോഴുള്ളൊരു സ്മെല്ലുണ്ടല്ലോ, അതുപോലെ ഇട്ടത്. മുട്ടയാണ് ഉണ്ടാക്കണമെന്ന് ആരും പറയില്ല. ഏത് വിരുന്നേർക്കും വെച്ച് കൊടുക്കാം. നമ്മൾക്ക് ചോറിന് ഇതിൻ്റെ ഒപ്പം കറിയുടെ ആവശ്യമില്ല, ഇത് മാത്രം കൂട്ടിയിട്ടും ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഉടക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനതിൽ നല്ല വലുതൊക്കെ ഉണ്ടാകുന്ന ഒന്ന് ഉടച്ചു കൊടുത്തു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുത്തത്. നമ്മളെ സ്വന്തം റെസിപ്പിയാണ്, ഇത് ആരതും അല്ല. അപ്പം ഞാൻ സ്പീഡിൽ ഇളക്കി കാണിച്ചാണ് കേട്ടോ, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ. ഇത്രയും മതി. ഇപ്പം നമ്മൾ മുട്ട വെച്ചിട്ടുള്ള റോസ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം, പെരട്ട് എന്ന് വേണമെങ്കിലും പറയാം. ഇനി ഇതിനെന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴേ അറിയുന്നില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ചോറിന് 1 ടീസ്പൂൺ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റ് ചോറ് തിന്നാം, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. മുട്ടയൊക്കെ ഇപ്പോൾ എല്ലാവരും വാങ്ങുമല്ലോ അല്ലേ, ഏത് നമ്മൾ സാധാരണക്കാരോട് ഈ മുട്ട വാങ്ങാതിരിക്കൂലല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വാങ്ങിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെടാതിരിക്കൂല. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. മക്കൾക്കൊക്കെ അധികം ഇഷ്ടപ്പെടും കേട്ടോ, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇത്. നല്ല എരിവും നല്ല ഒരു നാരങ്ങൻ്റെ പകുതി നീരും കൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാനായിട്ട് വിട്ടു. ഒരു പകുതി നാരങ്ങൻ്റെ നീര്. ഇൻഷാ അല്ലാഹ് അടുത്ത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.